നമസ്കാരം, കോമഡി മസാലയുടെ ഇന്നത്തെ ഈ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഷോയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രണ്ട് താരങ്ങൾ, നോബി മാർക്കോസ് ആൻഡ് നെൽസൺ ഷൂറനാഥ്. അങ്ങനെ രണ്ടുപേരും എത്തിയിരിക്കുകയാണ്. എന്ത് പൂന്തോട്ടമായിട്ട് വന്നിരിക്കുന്നു. ആരെങ്കിലും ഒരു പൂ ചോദിച്ചു? അതെ, ഒരു പൂക്കാലവുമായിട്ട് വന്നു. മഴക്കാലത്തിന്റെ കൂടെ ഈ നോബിചേട്ടന്റെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് നാണം വരും കേട്ടോ, ഇല്ലേ? ചില സമയത്ത് അത് അഭിനയിക്കുന്നവൻ നാണോ? നാണം വരും, ചില സമയത്ത് വരും. ഈ പൂക്കളുള്ള ഷർട്ടിടും വലിച്ചെറിയാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യല്ലേ? നൽസേട്ടാ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? എന്തെങ്കിലും കഥകളോ? എന്താ പാട്ട് പാടല്ലേ? ഞാനിതെങ്ങനെ പറയും? ഞാൻ ചോദിച്ചും പോയി, നീ ഇപ്പൊ എങ്ങനെ ഇത് പറയുന്നു വിചാരിക്കും. പാടികളയും. അല്ലല്ല, പാടുന്നില്ല. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം. കുടിയം വേണ്ട. വേറെ എന്തെങ്കിലും വെറൈറ്റി താങ്കൾക്ക് ഒരു മാജിക് കാണിച്ചല്ലോ, അശ്വതിക്ക് വേണ്ടി മാത്രം. മാജിക്കോ? ആ മാജിക് കാണിക്കാം. അടിപൊളി ഒരു മാജിക്. നെൽസേട്ടൻ ഇവിടുന്ന് അപ്രത്യക്ഷമാവുന്ന വല്ല മാജിക് വേണോ? പോകാനാണോ? അല്ലല്ല, അതല്ലല്ലേ. അതല്ല, ശരിക്കും മാജിക് അറിയോ? നോക്കാം. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാൻ പോകുന്നത് നെൽസൺ ചേട്ടന്റെ അതിമനോഹരമായ ഒരു മാജിക്കോട് കൂടിയാണ്. മാജിക് 3 ബോൾ. ഏത് കളറെന്നൊക്കെ പറയാം. ഇതാണ് ഇത്. ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ. ഓക്കെ, 3 ഒരു കളറാക്കുമോ? 3 ഒരു കളർ നോക്ക്. മാജിക് അതൊന്ന് ചെയ്യ, ആദ്യം അത് ചെയ്യ്. 3 ഒരു കളറാക്കുന്ന ചെയ്യാം ആദ്യം. അത് ഞാൻ ആക്കും, പക്ഷെ തിരിച്ച് പിന്നെ ഈ കളർ ആക്കാൻ എനിക്ക് അറിയത്തില്ല. അത് പഠിച്ചില്ല. കണ്ട 3 കളർ. ശരി, ബോൾ കണ്ടോ? ഒരു മജീഷ്യൻ. ഞാൻ തിരിഞ്ഞു നിൽക്കും, എന്നിട്ട് ഞാൻ കാണത്തില്ല. ഓക്കെ, അശ്വതി ഇതിൽ ഏതെങ്കിലും ഒരു ബോൾ എടുത്തിട്ട് കയ്യിലിങ്ങനെ വെച്ചിട്ട് ഇത് പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും ചെയ്യോ, എനിക്ക് മനസ്സിലാകില്ലല്ലോ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഈ പൊസിഷൻ തന്നെ മാറ്റി ഇത് ഇവിടെ തന്നെ വെക്കണം. മാറിയിരുന്നാൽ എനിക്കറിയാൻ പറ്റുമല്ലോ. അപ്പം ഇതേ പൊസിഷനിൽ തന്നെ തിരിച്ചു വെക്കണം. അപ്പോൾ അനക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാം ഇവിടെ തന്നെ വെച്ചാൽ അനക്കി വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ അശ്വതി എടുത്ത ബോൾ ഞാൻ എടുത്തു തരും. ഓക്കെ, ചേട്ടൻ ഇങ്ങോട്ട് നോക്കില്ല? ഇല്ല, ഞാൻ നോക്കത്തില്ല. ഞാൻ ഏത് ബോളാണ് കയ്യിലെടുത്തെന്നുള്ളത് ഞാൻ പറയും. ശരി, തിരിഞ്ഞിരിക്കുന്നു. ആ സൈഡിലുള്ള ക്യാമറയിലൊന്നും കാണാനൊക്കെ ആ കുടിയൻ ചെയ്താൽ മതിയായിരുന്നു. സത്യസന്ധമായിട്ടുള്ള മാജിക്കാണിത്. എടുത്താ വെച്ചാ? വെച്ചില്ല. വെക്ക്, മാറ്റി തിരിച്ചൊക്കെ വെച്ചോ, കുഴപ്പമില്ല. എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അല്ല, വരല്ലോ. വെച്ചാ വരൂ. എനിക്ക് തിരിയല്ല. ഞാൻ ഇങ്ങനെ സ്മെല്ല് നോക്കിയിട്ട് പറയും. ആദ്യം കയ്യിൽ നിന്ന് ഏത് കൈ കൊണ്ട് എടുത്തെന്ന് പറയാമല്ലോ. ഏത് ഉമ്മ ഞാനല്ല. അല്ല, ഇത് സംഭവമൊക്കെ ശരി, പക്ഷെ ഇതെങ്ങനെ കണ്ടുപിടിച്ചേ? അത് കണ്ടുപിടിക്കുന്നത് രണ്ടുപേർക്കും ചാള ഇഷ്ടമാണല്ലേ? മാജിക് അടിപൊളിയായിരുന്നു. ടെക്നിക്ക് പറയില്ല. ശരി, എന്നാലും സംഭവം പൊളിച്ചു. താങ്ക് യു. കൊടുകൈ സമ്മതിച്ചിരിക്കുന്നു. ഇനി അവിടെ പോയിരുന്നോളൂ. ഇനി മേലാൽ പരിപാടി എന്നാലും സമ്മതിക്കരുത്. നന്നായിട്ടുണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് പറ, കാര്യമായിട്ട്. ഓക്കെ, ഇനിയിപ്പോ കുടിയില്ലെങ്കിലും 3 ബോളോ മതി. അടുത്തതായി ഒരു സ്കിറ്റുമായി വേദിയിലേക്ക് എത്തുകയാണ് ടീം റോക്ക് സ്റ്റാർ. ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് എന്ന് ഉമ്മർത്ത് വിളക്ക് കത്തിക്കുമ്പോ വേലിക്ക് വന്നൊരു ഉളിഞ്ഞോട്ടം. നിന്റെ കുളിഞ്ഞോക്കാൻ അത്രയ്ക്ക് കൊതിയാണെങ്കിൽ നിന്റെ കുടുംബത്ത് പോയി നോക്കടാ, അവിടെ ഉണ്ടല്ലാടെ ആൾക്കാര്. നല്ല നാമജപം. എന്റെ അമ്മയെ ആരെയാണ് ഈ വേലിക്ക് നോക്കിയിട്ട് ഈ തെറി വിളിച്ചോണ്ടിരിക്കണത്? എന്റെ സുശീല, എന്നിവിടെ ത്രിസന്ധിക്ക് വിളക്ക് കത്തിക്കുമ്പോ ആ അപ്പുറത്തെ മെനകെട്ടവൻ വന്ന് ഉളിഞ്ഞോട്ടോ ഒരു കൊഞ്ഞനം കുത്തി കാണിക്കലും. പിന്നെ എവിടെ ഇരിക്കണത്? ഐശ്വര്യ റായി അല്ലേ? നീ എന്തെങ്കിലും പറഞ്ഞാർന്നോ? ഞാനൊന്നും പറഞ്ഞില്ല.
നീ ഐശ്വര്യ റായിന്നോ മറ്റോ അതാണ് അതല്ല, ഈ പഞ്ചായത്തിൽ ഐശ്വര്യമുള്ളൊരു അമ്മയുണ്ടെങ്കിൽ അതെന്റെ അമ്മായിമ്മയാണെന്ന് ഞാൻ പറഞ്ഞതാ. ശീലോ ഞാൻ കേട്ടാർന്നു. ആണാ? പണ്ട് ഞാനും ഒരു ഐശ്വര്യ റായിനെ പോലെ ഇരുന്നതാ. അന്നേ അഭിഷേക ബച്ചന്മാർ എന്റെ പുറകെ കിള പോലെ ഇരുന്ന് കിള. കുപ്പിട്ടുള്ളെങ്കിൽ ഉപ്പം പാത്രം പോലെ ഇരിക്കണ തളനല്ലേ ഐശ്വര്യ റായി എന്ന് പറയണത്. സുശീലോ എന്തോ നീ എന്തെങ്കിലും പറഞ്ഞാർന്നോ? അമ്മേ ഞാനൊന്നും പറഞ്ഞില്ല. നീ ഒന്നും പണയണ്ട. അല്ല ഈ പ്രായമെങ്കിലും നോക്കണ്ടേ, വെറുതെ പൗഡർ ഇട്ടിട്ട് വെളുപ്പിച്ച് അടക്കേ. അയ്യോ നീ അങ്ങനെ ആ വർത്താനം പറയരുത് കേട്ടോ. എന്റെ കുടുംബത്തെ കാരണന്മാരൊന്നും അത്ര കോലമില്ലാത്ത മനുഷ്യരൊന്നും അല്ല. എല്ലാവരും നല്ല കോലമുള്ള ആൾക്കാർ തന്നെയാണ്. അത് ബ്രൂട്ടീഷിൽ പോയിട്ടല്ല. അമ്മേ എന്നൊരു കാര്യം ചെയ്യും, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. ആ നീ പോണത് കൊള്ളാം, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണം. ശ്ശോ, എന്റെ സ്വന്തം അമ്മ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. ഒരു നിമിഷം ഈ അമ്മക്ക് എന്നെ കാട്ടിലേക്ക് വല്ലാത്ത വിഷമം അല്ലേ അമ്മേ? സുശീലോ എന്തോ എന്റെ വിഷമം കൊണ്ടല്ലടാ. എന്നിവിടെ അത്താഴം വിളമ്പണ നേരത്ത് കൃത്യസമയത്ത് കയ്യും കഴുകി ആ കഞ്ഞിക്കലത്തിന്റെ മുന്നിൽ വന്ന് നീ ഇരിക്കുമല്ലോ. ഇന്ന് കണ്ടില്ലെങ്കിൽ ആ കഞ്ഞിക്കലത്തിന് വിഷമം ഉണ്ടാകും. എന്നാ ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇതെന്താടാ ഇത് പോയേക്കാണ്? കണി ശരിയല്ല, കണി ശരിയല്ല. കാണിച്ചു തരൂലെന്നാ? അയ്യോ കാണിച്ചു തരൂലെന്നല്ല, കണി ശരിയല്ല, ഇന്നത്തെ കണി ശരിയല്ല. ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റ് കണക്ക് പോണേലും വേഗം തിരിച്ചു വന്നപ്പോഴേ എനിക്ക് തോന്നി നീ വരണമായിരിക്കുന്നു. ഇന്നെന്താടാ ഇത്ര നേരത്തെ? സാധാരണ 8 മണിയാണല്ലോ. ആ അമ്മയുടെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നാ, നാളെ ആ ശാന്തപ്പന്റെ കല്യാണം, എനിക്ക് അവിടം വരെ ഒന്ന് പോകണം. പുതുപ്പറമ്പിലെയാ? പറഞ്ഞവരോട് വെട്ടവും വിളിച്ചൊന്നും ഇല്ലേ? അതാ KCB ആൾക്കാർ വന്ന് പൂസ് ഉരുക്കൊണ്ട് പോയടാ. എന്റെ ദൈവമേ, ഞാൻ ഇനി എങ്ങനെ കല്യാണത്തിന് പോവും? നീ ഇവിടുത്തെ പൂസും കൊണ്ടാണോ കല്യാണത്തിന് പോണ? എന്റെ അമ്മ അതല്ല പറഞ്ഞത്, എന്റെ ഷർട്ടും മുണ്ടൊക്കെ തേക്കണ്ടേ, കറണ്ട് ഉണ്ടെങ്കിൽ അല്ലേ തേക്കാൻ പറ്റുള്ളൂ. എടാ കറണ്ട് ഇല്ലാതെ തേക്കണ വിദ്യ ഞാൻ പറഞ്ഞുതരാടാ. ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ് അമ്മ പറഞ്ഞ്. നീ ആദ്യം നിന്റെ മുറിയിലോട്ട് ചെല്ലണം. എന്നിട്ട് ആ തേപ്പൊട്ടി എടുത്ത് നിന്റെ മുഖത്തിന് നേരെ കുത്തിച്ചാരി പിടിക്കണം. എന്നിട്ട് അതിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ ചീത്ത പറയണം. അപ്പൊ അത് ചൂടാവില്ല, ആ ചൂടിലെടുത്ത് വെച്ചങ്ങോട്ട് തേക്കും. അതല്ല അച്ഛൻ അമ്മയെ തേച്ചിട്ട് പോയത്. എന്റെ ദൈവം, അമ്മ രാവിലെ ഞാൻ എണ്ണി കാശ് തന്നിട്ടല്ലേ പോയ കറണ്ട് ബില്ല് അടയ്ക്കാനായിട്ട്. എടാ അത് ഞാൻ സുശീലന്റെ കൊടുത്താർന്നടാ. എന്റെ ദൈവമേ, അതും പോയി, ആ കാശും പോയി. അമ്മ അല്ലാണ്ട് ആരെങ്കിലും അളിയന്റെ കാശ് കൊടുത്തു വിടുവാ? ഉണ്ടല്ലേ ഒരു കുളമ്പടി ശബ്ദം കേൾക്കണുണ്ടല്ലോ. അത് കുളമ്പടി ശബ്ദമല്ല, അവനകത്തിരുന്നേ മിച്ചർ തിന്നണതാ. ദൈവമേ, അളിയനൊന്ന് വിളിച്ച് ചോദിച്ചു കാശ് അവിടെ കൊണ്ടുപോയി കളഞ്ഞു. എടാ സുശീല ഓ ഒന്നിങ്ങോട്ട് വന്നേടാ. ജയിച്ചമ്മേ, ജയിച്ച് 3 കളിയും ഞാൻ തന്നെ ജയിച്ച്. അപ്പൊ തോറ്റാരാ? ഞാൻ തന്നെ. എതിര് കളിക്കാൻ ആരെങ്കിലും വേണ്ടേ? നീ എന്ത് കളിയുടെ കാര്യാടാ പറയണേ? പാമ്പ് കൂടി പാമ്പും കോഴിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇങ്ങോട്ട് വന്നേ. തല്ലാനാണാ? തല്ലാനല്ല അളിയ, ഒന്ന് വാ ഇങ്ങോട്ട്. കൊല്ലും ഞാൻ നിന്ന. അളിയൻ ആ 3ന്റെ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചായിരുന്നു? മേടിച്ചായിരുന്നു. എന്നാ മേടിച്ചത്? ഒരു കോണിയും പാമ്പും 2 കളി കൊടുക്കുക. കാശ് കൊടുത്താ? അത് അളിയൻ തരാന്ന് പറഞ്ഞ അളിയൻ കൊടുത്തില്ലേ? ഈ അളിയനാണമ്മേ നാട്ടിലൊരു വെല്ലില്ലാണ്ടാക്കുന്നത്. എന്റെ അമ്മ, ഈ 10-39 വയസ്സുള്ള ഈ മുതുക്കൻ ഈ പ്രായത്തിൽ കളിക്കുന്ന കളിയാണ് ഏണിയും പാമ്പും കളി. അത് കൊള്ളാല്ല. അളിയൻ വലിയ ഗമേല് കുളിച്ച് കുറിയും തൊട്ട് കാലത്ത് അങ്ങോട്ട് പണിക്ക് പോകുമല്ല. ഇവിടെ വെറുതെ ഇരുന്നതിനാണ് എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ? അയ്യോ, ഞാൻ ഈ പണിക്ക് പോകുന്നോണ്ടല്ലോ നീ 3 നേരം മുണുക്കാൻ കഴിക്കണത്. അതവിടെ നിക്കട്ടെ. ഞാൻ ഇന്ന് കറണ്ട് ബില്ല് അടയ്ക്കാൻ നിന്റെ കാശ് തന്നാർന്നോ? തന്നാർന്നു. എന്നിട്ട് നീ അടച്ചാർന്നോ? അടച്ചില്ലാർന്നു. അതെന്നാർന്നു? പറഞ്ഞ പോലെ അളി അത് എന്നാർന്നു? കോപ്പാർന്നു. ആ കാശ് താ പുട്ട് കഴിച്ചു കാണും. അത് എന്നാർന്നു എന്ന് വെച്ചിട്ടാ അമ്മ കാശ് തന്നില്ലേ? നേരെ ഞാൻ കറണ്ട് ഓഫീസിലേക്ക് പോയി. ഈ പാതി വഴിക്ക് ചെന്നപ്പോഴല്ല നമ്മുടെ തെക്കേപ്പാട്ട സുനിക്കുട്ടനില്ലേ അമ്മ? സുനിക്കുട്ടൻ. അവനെ പോലത്തെ ഒരു ചെക്കൻ വയറെ കൊട്ടി എല്ലാം കുന്തി കണ്ണൊക്കെ കൊഞ്ഞിട്ട് പുറകെ നിന്നിട്ട് മാന്തി വിളിക്കാം, മാമ മാമ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4-5 ദിവസമായി. മനസാക്ഷിയുള്ളവർക്ക് സഹിക്കോ? അമ്മക്ക് സഹിക്കോ? അളിയന് സഹിക്കോ? നിന്റെ മനസ്സൊക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ നോക്കുമ്പോ അമ്മ എന്ന പൈസ മാത്രമുണ്ട്. അപ്പൊ തന്നെ അവന്റെ കൈക്ക് പിടിച്ച് നേരെ ഞാൻ ആ ഹോട്ടലിൽ കയറ്റി, വലിയ ഹോട്ടലിൽ. എന്നിട്ട് നീ അവന് വല്ലതും മേടിച്ചു കൊടുത്താർന്നോ? ഇവിടെ നിന്ന് 4 പൊറോട്ടും 2 ബീഫും കഴിച്ചപ്പോ ഈ പൈസ തീർന്നു. പിന്നെ ഞാൻ അവനെല്ലാം വാങ്ങിച്ചു കൊടുക്കാനാ? അപ്പൊ നീ അവനൊന്നും മേടിച്ചു കൊടുത്തില്ലേ? ആ 1 ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ അവനോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം കാണാട്ടോ എന്ന് പറഞ്ഞ് വിട്ടേക്കാ. സന്തോഷമായില്ല. ഒരു കൂലിക്കും വേലയ്ക്കും പോകാതെ താൻ എങ്ങനെയാണോ അടുത്ത മാസം അവന് ഭക്ഷണം മേടിച്ചു കൊടുക്കും? അതാണ് ആ തലയിൽ കിഡ്നി വേണോന്ന് പറഞ്ഞത്. അത് ഈ മാസത്തെ കറണ്ട് ബില്ല് നമ്മൾ അടച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈ മാസത്തെയും അടുത്ത മാസത്തെയും കൂട്ടിയിട്ട് അളിയൻ ഒരുമിച്ച് തരുമല്ല. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് ലാവശ്യമായിട്ട് കഴിച്ചു. കണ്ടാ, എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അളിയൻ ഈ കുടുംബത്തെ താമസിക്കുന്നത്. പിന്നെ നിന്നെ നശിപ്പിക്കാൻ അവനെന്നാ ബാലങ്കേ നായരോ? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ദേവനയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി?
ഈ ചിങ്ങമാസം വരുമ്പം 8 വർഷമായി. 8 വർഷമായില്ലേ? ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് 8 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. എങ്ങനെ അതിപ്പോ ഉണ്ടാവും? എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എങ്ങനെ ഉണ്ടാവും? വൈകുന്നേരം ആവുമ്പോ അമ്മയുടെ കാല് തിരുമാൻ പോകൂല അവള്. ഇതല്ല അമ്മ കേക്ക്. ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് 8 വർഷമായിട്ട് പൂജയും വഴിപാടും ഉരുളികാമത്തിലൊക്കെ ചെയ്യണുണ്ടല്ലോ. എടാ പ്രവീണേ, ആ ഉരുളിക്ക് വരാൻ ഞാൻ പോയി കമന്നിട്ട് വല്ല കാര്യം ഉണ്ടടാവേ? അമ്മേ, ആ? ഈ അമ്പലത്തിൽ കമത്തുന്ന ഉരുളി ചെറിയ ഉരുളിയാ, അല്ലാണ്ട് ബിരിയാണി ചെമ്പല്ല. എന്റെ അമ്മ ഇതൊന്നുമല്ല എന്റെ പ്രശ്നം. ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ അളിയനെ തീറ്റി പോറ്റണ ഞാനാണ്. അതാണ് എന്റെ പ്രശ്നം. അമ്പമ്പടെ രാവണ അമ്മേ പറഞ്ഞേട്ടാ, അമ്മേ അന്നത്തിന്റെ കണക്ക് പറഞ്ഞേട്ടാ. ഞാൻ ഒരു ദിവസം 6 നേരം ഇത്തിരി ഭക്ഷണം കഴിക്കണ കണക്ക് പറഞ്ഞേട്ടാ. കണക്ക് പറഞ്ഞേട്ടാ. 6 നേരം വെറുതെ അല്ല ചില സമയത്ത് എനിക്ക് അത്താഴം കിട്ടാത്തത്. അത്താഴം കിട്ടണമെങ്കിൽ കണ്ണിക്കണ്ടവന്റെ വീട്ടിൽ കാശിന്റെ ആർത്തി കൊണ്ട് പണിക്ക് പോയാ പോരാ, വിളമ്പുമ്പോ ഇവിടെ വേണം. എന്തായാലും ഈ അളിയനെ ഇവിടെ വെച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പോടാ. നീ പോടാ. ഞാൻ ഇറങ്ങി പോകും. അമ്മേ, ഈ അന്നത്തിന് എച്ചി കണക്ക് പറയണ ഈ നാറികളിന്റെ വീട്ടിൽ ഞാൻ ഒരു നിമിഷം ഞാൻ നിൽക്കൂല. ഒരു നിമിഷം നിൽക്കൂല. രമണി, തുണി മുണ്ടൊക്കെ എടുത്ത് പെട്ടിയിലാക്കണി. ഈ നിമിഷം ഞാൻ പോകും. ഈ നിമിഷം അമ്മേ പോകും. അമ്മേ പറഞ്ഞേട്ടാ, അമ്മേ അന്നത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് അമ്മക്കൊന്നും പറയാനില്ല ഇത് കേട്ടിട്ട്. എടാ സുശീല, നിനക്ക് കിട്ടുവാ. കഴിഞ്ഞ 8 വർഷമായിട്ട് കോഴിക്കുഞ്ഞിനെ തള്ളക്കോഴി ചിറകിനടി കൊണ്ട് നടക്കണ കണക്ക് അവൻ നിന്നെ തീറ്റി പോറ്റണില്ലേ? ഇനിയെങ്കിലും തന്നെത്താൻ കൊത്തിപ്പിറക്കി തിന്നൂടാ നിനക്ക്. അപ്പൊ നിങ്ങ തള്ളേ പോലും ഒറ്റ കെട്ടായി. നീ ഈ തള്ളക്ക് കൈവശം കൊടുത്തല്ലേ? അമ്മേ ഒരു നിമിഷം ഞാൻ നിൽക്കൂല. നമ്മുടെ ഭാഗ്യം ഞാൻ അത് കേട്ടില്ല. തുണി മുണ്ടൊക്കെ പടക്കി പെട്ടിയിലാക്കണി. ഈ നിമിഷം ഞാൻ പോകോടി. അമ്മേ നിങ്ങടെ നോക്ക്. എന്താണ് കാര്യം പറയുമ്പോ കുഞ്ഞിക്കല്ലേ. പിന്നെ ഞാൻ എന്താണ് ഇവിടുന്ന് പോവാത്തെന്ന് അറിയാമോ? എന്റെ അമ്മനെ ഓർത്തിട്ടാ. എന്റെ അമ്മനെ ഒറ്റൊരുത്തിന് ഓർത്തിട്ടാ ഞാൻ ഇവിടുന്ന് പോവാത്തത്. പിന്നെ ഞാൻ ഇവിടുന്ന് പോയാലും അമ്മ നേരത്തിനും കാലത്തിനും ഒക്കെ ഭക്ഷണം കഴിക്കണം കേട്ടോ. പിന്നെ ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളിക, ഭക്ഷണത്തിന് ശേഷമുള്ള ഗുളിക, പിന്നെ ചാകാനുള്ള ഗുളിക, ചായ കുടി കഴിഞ്ഞിട്ടുള്ള ഗുളിക, ഇതെല്ലാം കഴിക്കണം. ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോവാം. ഒക്കെ എടുത്ത് വെച്ചോടി. പിന്നെ അമ്മേ, നമ്മുടെ കാലിന്റെ നീരുദോഷം മാറിയ എന്നെ എത്രയും പെട്ടെന്ന് വിളിച്ചു പറയണം കേട്ടോ. എന്റെ സുശീല, എന്റെ നീരുദോഷത്തിന്റെ കാര്യം അവിടെ നിക്കട്ടെ. നീ ഈ അച്ചു വീട്ടിൽ കിടക്കുന്ന പേരോഷം ഒന്ന് മാറ്റി തരാമോ? അപ്പൊ നിങ്ങ രണ്ടുപേരും ഒറ്റ കെട്ടായില്ലേ? ഇനി ഒരു നിമിഷം നിൽക്കൂല. നമ്മുടെ വായു ഞാനത് കിട്ടില്ല. രമണി, മുണ്ട് തുണിയൊക്കെ എടുത്ത് പെട്ടിലാക്കണി. ഈ നിമിഷം പോകണോടി നമുക്ക്. എടി രമണി, എടാ അവനെങ്ങാനും പോകൂടാ. അവൻ പോണെ കൊണ്ട് പോട്ടമ്മേ. എടാ അപ്പൊ എന്റെ കൊച്ചു അജ്ഞാതയായി പോകൂലടാ. അജ്ഞാതയല്ല, അനാഥ. പോയിട്ട് പിന്നെ അതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാടാ പ്രവീണ? വന്നുണ്ട്. എന്താ പോണില്ലേ? ഇന്നെങ്ങനെ പോക്ക് കിടക്കും? അവള് തുണിയൊക്കെ നനച്ചിട്ടാക്കല്ലേ ഇന്ന് പോകാൻ പറ്റും? അമ്മ കാര്യമായിട്ട് പറഞ്ഞാൽ ഇത് നുണ പറഞ്ഞാൽ ഈ നനഞ്ഞ തുണിയും കെട്ടിപ്പറക്കി എനിക്ക് പോകാൻ പറ്റുമോ? എന്റെ അമ്മ ഈ തുണിയെല്ലാം കൂടി ഞാൻ വാരിയെടുത്ത് കത്തിക്കും കേട്ടോ. അത് നടക്കൂല. അതെന്നാ നനഞ്ഞ തുണി കത്തൂല. കണ്ട ഇയാൾക്ക് ഇവിടെ പോകാൻ കഴിയാത്ത ഉടായിപ്പോന്നല്ലേ രമണി ഉണ്ടല്ലോ അവള് വിളിക്കുന്നേ. എന്റെ ദൈവം, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റ്. നേരം വെളുത്ത് ഇങ്ങനെ വാ തുറക്കണ രണ്ട് കാര്യത്തിനാ. ഒന്ന് തിന്നാനും പിന്നെ നുണ പറയാനും. രമണി, നീ അത് പറയരുത്. ഞാൻ കോട്ടുവായി ഇടുമ്പോഴും വാ പൊളിക്കാറില്ല. മനുഷ്യ, നീ ഒറ്റ ഇയാളെ ഈ പരുവത്തിലാക്കി അറിയാവോ? നിങ്ങൾ കുടുംബക്കാരൊക്കെ കൂടി ഈ കാട്ടുമാക്കനെ തല വെച്ച് കെട്ടിയതല്ലേ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഈ പുകമൂർന്ന് ഞാൻ കെട്ടുമായിരുന്നു. എന്ത് വർത്താനായി പറയണത്? ഈ കല്യാണത്തിന് 1 മാസത്തിന് മുമ്പ് ഇയാളുടെ ഫോട്ടോ ഞാൻ കൂടെ കാണിച്ചല്ലേ നിന്നെ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണിച്ചാൽ എങ്ങനെ കളർ തിരിച്ചറിയണ? ഇത് കണ്ടാ രാവും പകലും പോലെ ഇരിക്കണത്. ഈ ഇമാതിരി സാധനത്തിന് എന്റെ തല കെട്ടി വെച്ചില്ലേ? എന്റെ ജീവിതം ഈ നായ നക്കി. സുശീലോ, നിനക്കൊരു കളർ ഫോട്ടോ കാണിക്കാൻ പാടില്ലായിരുന്നോ? കളർ ഫോട്ടോ കാണിച്ചാൽ കല്യാണം നടക്കുമായിരുന്നു. ആ കളർ അറിയൂലേ? എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അളിയൻ ഇവിടുന്ന് ഈ നിമിഷം ഇറങ്ങിക്കോണം. ഞാൻ ഇറങ്ങണമെങ്കിലേ അവക്ക് കൊടുക്കാനുള്ള സ്ത്രീധനത്തിന്റെ ബാക്കിയും ഈ വീടിന്റെ മാന്യമായിട്ടുള്ള ഭാഗവും കൊടുത്താൽ ഞാനും ഈ നിമിഷം എടോ, സ്ത്രീധനത്തിന്റെ ബാക്കി കാശിന്റെ ഇരട്ടി താൻ ഇവിടുന്ന് കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീധനത്തിന്റെ പലിശ കൂട്ടിയാൽ മതി. നിനക്കൊരു പലിശ തരത്തില്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. ഞാൻ ഇവിടുന്ന് ഇറങ്ങണം. സ്ത്രീധനത്തിന്റെ ബാക്കിയാണോ? പടകളൊന്നും നിർത്തടാ. നിന്റെ അച്ഛനെ ഇട്ടിട്ട് പോയിട്ടുള്ളു. എനിക്കൊരു മൂത്ത ആങ്ങളുണ്ട്, എന്റെ ഓപ്പ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്നൊരു തീരുമാനം ഉണ്ടാവും. അതെന്താ? ഞാൻ ഓപ്പറോട് വരാൻ പറഞ്ഞു. നീ എന്തും പറഞ്ഞു വിളിച്ചടാ? ഞാൻ പറഞ്ഞ അമ്മക്ക് സുഖമില്ല, സീരിയസ് ആണ്, ചാകാൻ കിടക്കണ, എമർജൻസി ആയിട്ട് വരാൻ പറഞ്ഞാക്കേ. അതിന് നിന്റെ അമ്മ ചത്തുപോയിട്ട് കൊല്ലം കുറെ ആയില്ലടാ. അയ്യോ, എന്റെ അമ്മയല്ല, ഈ അമ്മ ചാകാൻ കിടക്കണെന്നാ പറഞ്ഞത്. ഞാനിവിടെ പയറോലം ഓടി കിടക്കുന്ന കണ്ടിട്ട് നിനക്ക് സഹിക്കണില്ലല്ലടാ. പെങ്ങളെ, എന്റെ കവലി പെങ്ങളെ, നമ്മളെ നീ തന്നെ പറ്റേ ഇതങ്ങോട്ട് പിടിച്ചേ. ഇതെന്തെന്നാ? എമർജൻസി.
ഇത് എനിക്ക് എന്നതിനാ? നിനക്ക് സുഖമല്ല, എമർജൻസി ആയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു കണ്ണറിയാൻ വേണ്ടിയിരിക്കും. നല്ല വെട്ടമുള്ള സാധനം അത്. എന്റെ പേത്താച്ചി പേത്താച്ചിയാ? ഓ, മാമച്ചി ഏ? ഇങ്ങ് വന്നേ. പിന്നെ എമർജൻസി ആയിട്ട് വരാൻ പറഞ്ഞത് പെട്ടെന്ന് വരാനാ, അല്ലാണ്ട് തെളിച്ച് പിടിച്ച് വരാനല്ല പറഞ്ഞത്. ഇംഗ്ലീഷാ. എന്നാ പിന്നെ അത് ഇംഗ്ലീഷിൽ പറയണ്ടേ? ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളല്ലേ ഞാൻ. പിന്നെ ഈ കുടുംബത്തേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഏതാണ്ട് ചീഞ്ഞ് നാറുണ്ട്. അത് വേറൊന്നുമല്ല, അതേ എന്റെ തുണിയെല്ലാം കൂടെ നനച്ചു വിരിച്ചിട്ടിരിക്കണതാ. അതല്ലടി ഉള്ള ഇവിടെ എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്. എടാ മോനെ, എടാ പ്രവീണ, എടാ ഏയ് എടാ സുശീല, അയ്യോ ഇത് ആരെങ്കിലും ഒന്ന് വാ തുറന്ന് എന്തെങ്കിലും പറയാവോ? എന്റെ ഓപ്പേ, ഇവിടെ മൂന്തിക്ക് വിളക്ക് വെക്കുമ്പോ അപ്പൊ തുടങ്ങും ലഹള. ആണോ? ദേ ഈ നിക്കണവൻ ഇവനോട് എന്തെങ്കിലും കുണൂണാന്ന് പറയും. അപ്പൊ ഈ സുശീലൻ ഈ പ്രവീണിനോട് പിന്നെ എന്തെങ്കിലും കുണൂണാന്ന് പറയും. അപ്പൊ ഞാൻ ഇവന്മാരോട് രണ്ടുപേരോടും എന്തെങ്കിലും കുണൂണാന്ന് പറയും. അപ്പൊ ദേ അകത്തിരിക്കണ ആ രമണി അവൾ അടുക്കളയിൽ ഓടി വന്നിട്ട് ഇവന്മാരോടും എന്നോടും കുണൂണാന്ന് പറയും. ശരിക്കും ആ ഇവിടെ എന്നെ കുടുംബ ഈ നടക്കണം. എന്റെ ഓപ്പേ, ഇവിടെ ഈ ത്രിസന്ധ്യക്ക് വിളക്ക് വെക്കുമ്പോ അപ്പം പോലും വഴക്കാണെന്നേ. അന്നൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഈ വീട്ടില് ത്രിസന്ധ്യക്ക് വിളക്ക് വെക്കണ്ട, നട്ടുച്ചയ്ക്ക് 12 മണിക്കാണ് വെക്കാം. അപ്പൊ തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ല, പൊക്കോട്ടെ. എന്റെ മാക്കാച്ചി, മാക്കാച്ചിയാ? മാമച്ചി, ആ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നീ പറ. കഴുതയെ പോലെ പണിയെടുത്തിട്ട് പട്ടിയെ പോലെ ഞാൻ ഈ കുടുംബത്തിൽ വന്ന് കിടക്കണം, അറിയാവാ? അത് ശരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ പട്ടിയാണോ കഴുതയാണോ? പട്ടി കുറയ്ക്കുന്നുണ്ടല്ലോ മാമച്ചി ഒന്ന് കേക്കണം. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ കുടുംബത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കുന്ന ഈ ഞാനാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ വീട്ടിലുള്ള ആൾക്കാർ ഉപ്പും കർപ്പൂരം മാത്രമാണോ തിന്നണേ? അങ്ങനെയാണെങ്കിൽ ഉപ്പും കർപ്പൂരവും നീ മേടിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ മേടിച്ചോ. തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ലേ? പൊക്കോട്ടെ. എന്റെ ഓപ്പേ, ഒന്നിങ്ങോട്ട് വന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. മാമനിങ്ങോട്ട് വന്നേ. എന്നാ? അളിയന്റെ ആ വയറ് കണ്ട? അത് ശരി, ഇത്രയും ദൂരെ നിന്ന് വയറ് കാണിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചു വരുത്തിയ. മാമ അതല്ല, ആ കൊടവയറ് കണ്ട? വാ, അത് എന്റെ അധ്വാനാണ്, എന്റെ അധ്വാനം. എടാ പ്രാന്ത ഒന്ന് പതുക്കെ ആൾക്കാർ കേട്ടി വേറെ വല്ലതും വിചാരിക്കും. ഞാൻ വേലത്തെ കാശാണ് ആ വയറിങ്ങനെ ഉണ്ടായി വെച്ചേക്കണത്. ഇപ്പൊ വയറാണ് നിന്റെ പ്രശ്നം. അത് ഞാൻ ശരിയാക്കി തരാം. എടാ മോനെ സുശീലടാ, ആളുകളെ പോലെ മുഖത്ത് നോക്കി സംസാരിക്കും. അതിനകത്ത് തലച്ചോറില്ല, ഇവിടെ ആകുമ്പോ പഴഞ്ചോറ് തന്നെ ഉണ്ടാവും. അതാണ് പറഞ്ഞ. പിന്നെ നിന്റെ ഈ വയറാണ് പ്രശ്നം. ആണല്ലേ? അപ്പൊ നീ എല്ലാ ദിവസവും രാവിലെ ഒരു 10 റൗണ്ട് ഓടിയിട്ട് ഈ വയറൊന്ന് കുറയ്ക്കണം. ഓർക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും റെഡിയാവും. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാല്ല. പിന്നെ അത് വേറെ ഒന്നും പറയുന്നില്ല. ആ പറഞ്ഞേക്ക് പോയിട്ട് അത്ര പ്രശ്നമുള്ളൂ. പ്രവീണേ, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവർ 10 റൗണ്ട് എല്ലാ ദിവസവും ഓടിയിട്ട് വയറ് കുറച്ചോളും. അപ്പൊ ഈ പ്രശ്നമൊക്കെ തീർന്നില്ലേ? പൊക്കട്ടെ 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 പൊക്കട്ടെ. എന്റെ പൊന്നു മാമച്ചി, ഇതൊന്നുമല്ലല്ലോ പ്രശ്നം. പിന്നെ ഇത്രയും കാലമായിട്ട് ഞാൻ മാത്രമേ ഇവിടെ കഷ്ടപ്പെടുന്നുള്ളൂ. ഇയാൾ ചുമ്മാ ഇരുന്ന് തിന്നുവാണ് ഇവിടെ. ആണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നാ പിന്നെ അവരോട് ഇറങ്ങി പോകാൻ പറയണം. ഞാനെങ്ങനെ ഇറങ്ങിപ്പോകും? ഞാൻ ഇറങ്ങി പോകണമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഇവിടെ തുണി നനച്ചിട്ടാക്കിയല്ലേ. എനിക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? നനഞ്ഞ തുണിയായിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? പോരുത്, ജലദോഷം പിടിക്കും, പോരുത്. ആ പോകൂല, അതാ പറഞ്ഞത്. ചേട്ടാ തുണിയൊക്കെ ഉണങ്ങിയിട്ടാ നമുക്ക് പോവാം. തുണി ഉണങ്ങി ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. തുണി ഉണങ്ങിയിട്ടുണ്ട്, ഇറങ്ങിക്കോ അളിയാ. അതെ രമണി, എന്നാ ഇത് കൊണ്ടുപോയി നനച്ചിട്ട് കണ്ട കഴിഞ്ഞില്ലേ? കണ്ട, ഇവിടെ പോകാൻ കഴിയില്ല ഇയാൾക്ക്. അതാണ് ഈ കാണിക്കുന്നത്. ഞാൻ പോകാടാ. ഞാൻ സ്ത്രീധനത്തിന്റെ ബാക്കിയൊന്നും ഞാൻ ഇവിടുന്ന് വിട്ടോളാം. അയ്യോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങണിക്ക് അവക്ക് കൊടുക്കാനുള്ള ഭാഗവും സ്ത്രീധനത്തിന്റെ ബാക്കി തന്നെ ഞാൻ ഇവിടുന്ന് എന്റെ ഓപ്പേ, നിർത്തിക്കേ. ഇതിനൊരു പരിഹാരം ഞാൻ പറയാം. എടി പിള്ളേ, ഇത്രയൊക്കെ ആസ്വദിക്കണ്ടല്ലോ. ഇവിടെ ഉള്ള മുതൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേർക്കും അങ്ങോട്ട് ഭാഗം ചെയ്ത് കൊടുത്തേക്കും. 3 സെന്റ് വസ്തുവിലിരിക്കണ തറവാട് വീട് എന്റെ മകൻ പ്രവീണിന്. തറവാടിരിക്കണ 3 സെന്റ് വസ്തു എന്റെ മകള് രമണിക്കും അവിടെ കെട്ടിയോ. ഓക്കെ, അത് മതി. കൊള്ളാം. അപ്പൊ നാളെ നേരം എഴുത്തൂത്തൊക്കെ നാളെ ചെയ്യാം. കാര്യങ്ങളൊക്കെ ഒരു വ്യവസ്ഥയില്ലേ? അത് കലക്ക് വേത്താച്ചി. മാമച്ചി, പിന്നെ വേറൊരു കേസ് ഞാൻ പറഞ്ഞേക്കാട്ടെ. എഴുത്ത് കടന്നിലേക്ക് ഇവിടെ കുത്ത് കിടക്കും. അത് വേറെ വിഷയമോ? അപ്പൊ നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല ഇല്ല, ഇപ്പൊ സംഭവമൊക്കെ ക്ലിയർ ആയില്ല. ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് സെറ്റായി കേസല്ലേ ഉള്ളൂ. മനസ്സിലൊന്നും വെക്കരുത്. ഇല്ലില്ല, അതല്ല, ഞാനിവിടുന്ന് കുറെ ഭക്ഷണമൊക്കെ കളിയന്റെ പേരിൽ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എന്താന്ന് വെച്ചാൽ തന്നേക്കാട്ടാ, വിഷയമൊന്നുമില്ല.
അല്ല അത് മനസ്സിൽ അല്ല അത് മനസ്സിൽ വെക്കില്ല ഞാൻ മനസ്സിൽ വെക്കും. അല്ല ഞാൻ മനസ്സിൽ വെക്കും അത്. അതെന്താണ്? പിന്നെ ഞാൻ ഇവിടുന്ന് കൊറേ വെട്ടിവാരി തിന്നിട്ടുള്ളേ. നാളെ ഈ പറമ്പ് വിട്ടിട്ടാണെങ്കിൽ അളിയന് പൈസ തന്നിരിക്കും. എന്നാ നിന്റെ പൈസ നിന്റെ മോത്തർ ഞാൻ തന്നിരിക്കും. ഞാൻ എന്റെ പറമ്പ് ഈ പറമ്പ് വിട്ടിട്ടാണെങ്കിൽ നിന്റെ ആ പൈസ നീ പറമ്പ് വിറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെ കയറൂടാ? നിന്റെ വീട് ഞാൻ ചേച്ചി വെച്ച് പൊളിക്കോളാം. പറയാ കത്തിക്കണം. എന്നാ എന്റെ പറമ്പിൽ ചവിട്ടിട്ടോടാ നിന്റെ വീട്ടിൽ കയറാൻ. നിന്നെ നിന്നെ എടാ, നിന്നെ ഞാൻ നീ കത്തിക്കോടല്ല അയ്യോ! കത്തിക്കോടാ നിന്നെ ഞാൻ. എന്നെ താഴെ വെച്ചില്ല നിങ്ങൾ രണ്ടിനെ കത്തിക്കും. ദേ, നിങ്ങളോ? ദേ, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പറമ്പിലോ ഈ വീടിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിനക്ക് നിന്റെ സ്ഥലം വിൽക്കണമെന്നുണ്ടല്ലോ, ഇവൻ താമസിക്കണ വീട് പൊളിക്കണം. നീ സമ്മതിക്കോ? ഞാൻ സമ്മതിക്കുന്നില്ല. നിനക്ക് നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ, ഇവന്റെ പറമ്പിൽ വരാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പഴയ പോലെ തന്നെ സ്നേഹിച്ച് ഒത്തൊരുമിച്ച് കഴിയണമെന്നാണ് നമ്മുടെ അമ്മയുടെ ആഗ്രഹം. നമ്മുടെ അമ്മയുടെ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരുടെയും ആഗ്രഹം മക്കൾ ഒരുമിച്ച് കഴിയണമെന്നാ. അപ്പൊ ഇനി ഞാൻ ഈ പണ്ടാരക്കാലിനെ തീറ്റി പോറ്റണ വേണ്ടി വരും. രമണിയെ ചോറെടുത്തോ? അപ്പൊ ഞാനില്ലേ? അല്ലാണ്ട് പിന്നെ Again, ഈ ടീമിൽ നിന്ന് നമുക്കൊരു രസികൻ അടിപൊളി സ്കിറ്റ് കിട്ടിയിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ത്രൂ ഔട്ട് ചിരിച്ചു. ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. ആ അടിയും തല്ലും വഴക്കും ഒക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. വളരെ മനോഹരമായൊരു സ്കിറ്റായിരുന്നു. അത് ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സാധാരണ വീടുകളെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങൾ, നമ്മുടെ എല്ലാ വീടുകളിൽ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട്, പക്ഷേ ആ ഒരു പ്രശ്നം വളരെ കോമഡി ആയിട്ട് നിങ്ങൾ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. അളിയന്മാർ രണ്ടും ഉഗ്രനായിരുന്നു. പക്ഷെ എനിക്ക് അമ്മയാണ് കൂടുതലൂടെ ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. ഇത് മനോഹരമായ പെർഫോമൻസ് ചെയ്തു, നല്ല ഉഗ്രനായിട്ട് ചെയ്തു. പിന്നെ പ്രദീപ് എന്ന് കഴിഞ്ഞപ്പോൾ കളർ മാറി, നല്ല രസമായിട്ട് പോയി, എല്ലാം നല്ല വൃത്തിയായിരുന്നു. അടിപൊളിയായിരുന്നു, ഉഗ്രൻ ലൈഫായിരുന്നു. നല്ലൊരു എന്തോ നിത സ്റ്റാർട്ടിങ്ങിൽ നിതയുടെ ഭായോട് കൂടി ചിരിക്ക് തിരികൊളുത്തിയിട്ട് ഗംഭീരമായിരുന്നു. അങ്ങനെ എല്ലാവരും, ബൈജു ഉഗ്രനായിട്ട്, അളിയൻ പ്രവീൺ, പിന്നെ പ്രദീപ്, ഇതെല്ലാം ഒത്തീർപ്പാക്കാൻ വരുന്ന ഒരാള്, എമർജൻസി ലൈറ്റുമായിട്ട് വന്നിട്ട് എമർജൻസി ആയിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇവരെ രണ്ടുപേരുടെ കൈയുടെ ഇടയിൽ കിടന്നിട്ട് നിന്നെ ഞാൻ കത്തിക്കൂടും, നിന്നെ ഞാൻ കത്തിക്കും. അപ്പം അതിൻ്റെ ഇടയിരുന്ന് ഇറുവുന്ന ഒരാളാണ് പ്രദീപ് പറയുന്നത്. എന്നെ താഴെ നിർത്തില്ലേ നിങ്ങളെ രണ്ടുപേരെ ഞാൻ ഉഗ്രനായിരുന്നു. എല്ലാം നല്ല സൂപ്പർ കൗണ്ടറായിരുന്നു, ഉഗ്രനായിരുന്നു, ഗംഭീര സ്കിറ്റായിരുന്നു. അപ്പൊ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഓഡിയൻസിനോട് തന്നെ ചോദിക്കാം, ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത്. സോ ഓഡിയൻസ്, എത്ര സ്റ്റാർസ്? 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ ഈ പെർഫോമൻസിന് ഓഡിയൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരക്കാട് ജ്വൽസ് തരുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നു. ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചറും. ഇവർക്ക് ഈ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. നെൽസൺ ചേട്ടൻ ആൻഡ് നോബി ചേട്ടൻ. അടുത്തതായിട്ട് വേദിയിലേക്ക് എത്തുന്നു ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി ബിനു കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയിൽ എന്നാ ഉണ്ട് വിശേഷം? കാഞ്ഞിരപ്പള്ളി സുഖമായിട്ട് ആണോ? അപ്പൊ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണോ വരുന്നത്? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നത്. ഓക്കെ, ശരി. ബിനു എന്ത് ചെയ്യുന്നു? ഞാൻ മിമിക്രിയും ചെയ്യുന്നുണ്ട്, കൂടെ അതിപ്പോ നമ്മൾ കാണാൻ പോവാണ്. അതല്ലാണ്ട് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, കല്യാണത്തിന്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. കല്യാണ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ശരി. സോ ബിനു എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇന്ന് എന്താ പരിപാടി? ആദ്യമായിട്ട് നമ്മുടെ ചാലക്കുടിക്കാരൻ മണിച്ചേട്ടന്റെ വോയിസ് ആണ് ചെയ്യുന്നത്. ഓ, വെരി ഗുഡ്. നിങ്ങൾ ഇപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടന് മാത്രം ഈ ശത്രു ഞാൻ തന്നെയാണ്. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? തനിക്കറിയാലോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടത് വരുത്തിയത്. ഇപ്പം പറയാൻ കൊള്ളാത്തതും കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ്സും ഉണ്ട്. CM മോഹൻദാസിൻ്റെ മെക്കിട്ടി കയറാൻ പോകുന്ന ഞാൻ അവനെ കൊന്നത്. ഇനി താനും കൂടി അതിനെതിരെ സാക്ഷി പറയാൻ പോവണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെയായിരിക്കും. തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് വിടച്ചേക്കുമ്പോൾ നിൻ്റെ മകനെ ഞാൻ കൊല്ലും.
ഇത് രണ്ടൂപ്പിക്കല്ലിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടുകൾ പറഞ്ഞ വാക്കല്ല. കൊല്ലുന്നു പറഞ്ഞാൽ നടേശൻ കൊന്നിരിക്കും. ആ അടിപൊളി. മണിച്ചേട്ടൻ്റെ ഈ ഒരു വോയിസ് അങ്ങനെ അധികം ആരും ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അടുത്ത ജനാർദ്ദൻ. ജനാർദ്ദൻ ചേട്ടൻ്റെ കാര്യസ്ഥൻ എന്ന സിനിമയിലെ ഒരു കാഴ്ചക്കുറവുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എടാ മാധവ, എനിക്കെന്തോ ആ സുശീലിന് അത്ര വിശ്വാസം പോരാ. അവൻ അപ്പന്മാരെ കാലം തൊട്ടേ അവർ വെറും നാറികളാ. അയ്യോ, അതിർത്തി മാറി വെടിവെച്ചല്ലോ ഈശ്വര. ഓക്കെ, അതെ, ബാബുരാജിന്റെ ബാബുരാജിന്റെ ശബ്ദം. ഓക്കെ, രണ്ട് രാധാസ് ആണോ? അതല്ല, നമ്മുടെ മായാമോഹിനിയിലെ മായാമോഹിനി എന്ന ചിത്രത്തിലെ. ഓക്കെ. എടാ ബാലകൃഷ്ണ, അതവളെ ചാരടൊന്നും അല്ല, അതവളെ കാസീന. നീ ഇങ്ങനെ കുടുംബത്തിൽ പിറന്ന പെൺകൊച്ചിനെ പറ്റി നമ്മളേച്ചമായി സംസാരിക്കല്ലേ, അതെനിക്ക് സഹിക്കില്ല. മോളെ മോഹൻകുട്ടി, അതെ, ഇന്നലെ മോഹൻകുട്ടി റൂമിലൊരുത്തം വന്നില്ലേ, അവൻ ആരാ? അമ്മാവ സമയം എത്രയായി? പറഞ്ഞ പോലെ എന്റെ വാച്ച് ഉണ്ടല്ലോ, എന്റെ സമയം ശരിയല്ല. ക്യാപ്റ്റൻ രാജു. ക്യാപ്റ്റൻ രാജു. എവരിബഡി, മാർക്കറ്റിൽ നിന്ന് ഫ്രീ ആയി കിട്ടുകൊണ്ട് വാങ്ങിയതാ, അതുകൊണ്ട് ഫ്രൈയും ചെയ്യാം. മോനെ, ഈ എഫ് എന്ന് പറഞ്ഞ തലപ്പ് തിരിക്കുന്ന പണിയൊന്നുമല്ല. നിന്റെ തലയ്ക്ക് മുള്ളിൽ നോടുവേടാജ്ഞ ഉണ്ടാവും, എൻ്റെ തലയ്ക്ക് മുള്ളിൽ ഒന്നുമില്ല. കളിയാക്കാൻ മാത്രം അറിയാവുന്ന പൂവർ ഇന്ത്യൻ. അതെ, ആസിഫ് അലി. ആസിഫ് അലി. ഓക്കെ. രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടാക്കാൻ പോയിരിക്കും അല്ലേ? അപ്പൊ ഞാനാരാ? എൻ്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഈ പിശാചിന്റെ ഫ്രണ്ടാണ്. ഇങ്ങനെ ഒരു കുളത്തറ എന്നെ വിളിച്ച് പറഞ്ഞെങ്കിൽ അത് അസ്ഥിക്ക് പിടിച്ചിട്ട് തന്നെയാണ്, എനിക്ക് ഉറപ്പായിരുന്നു. മാമച്ചൻ അത്രയ്ക്ക് ഇഷ്ടമാണ് തന്നെ. എൻ്റെ പേര് ചാർലി എന്നൊന്നുമല്ല, ഞാൻ ജോസ് കുട്ടി, പാലയിലൊരു പ്ലാന്റാണ്. അപ്പം അച്ഛാ പറയാൻ മറന്നുപോയി, വിഷ് യു ഹാപ്പി അല്ലെങ്കിൽ വേണ്ട ഒരു അടിപൊളി ലൈഫ്. ഓക്കെ, വെള്ളിമുഖയിലെ ഡയലോഗായിരുന്നു ഇത്. ഓക്കെ, യെസ്. ഇനി അത് ടിനിറ്റോ. ടിനിറ്റോ. അതെ, അത് ഈ വേദിയിൽ വന്ന് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഓക്കെ. ഏതൊരു പ്രോഗ്രാം ചെയ്തൊരു വെറൈറ്റി ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്ന പക്വൻ്റെ കൂടെയാണ്. ഞങ്ങൾ ഒരുപാട് വിദേശ രാജ്യങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇവിടെ വരാണെങ്കിൽ നിങ്ങളെ കാണാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഓക്കെ, ഗുഡ് വൺ, ഗുഡ് വൺ. അപ്പോൾ അതായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമുക്ക് വേണ്ടി വളരെ സ്പെഷ്യൽ ആയിട്ട് ബിനു കൊണ്ടുവന്ന ആ ഒരു പെർഫോമൻസ്. ഗുഡ് ജോബ്. അപ്പോൾ എന്തായാലും നമുക്ക് വിദഗ്ധ ഒപ്പീനിയൻ ചോദിക്കാം, വിദഗ്ധ ഉപദേശത്തിലേക്ക്. നന്നായിരുന്നു. ക്യാപ്റ്റൻ രാജുവിൻ്റെ ഒക്കെ ശബ്ദം അങ്ങനെ ഇപ്പോഴാരും അങ്ങനെ എടുക്കാറില്ല, അതെ, ശബ്ദം അനുകരിക്കാറില്ല. പക്ഷെ വളരെ അത് കറക്റ്റ് വോയിസ് ആയിരുന്നു ക്യാപ്റ്റൻ സാറിൻ്റെ സൗണ്ട്. പിന്നെ ഈ സൗണ്ടിൽ ഇദ്ദേഹത്തിന് ഞാനും അന്നത്തെ ഒരു പയ്യൻ പറഞ്ഞല്ലോ, അവൻ്റെ ശബ്ദത്തിലും ഉണ്ടായിരുന്നു ഈ പൃഥ്വിരാജിന്റെ ഒരു ഛായ. ഞാൻ വിചാരിച്ചു പറയുന്നു. എല്ലാം കൊള്ളായിരുന്നു കേട്ടോ, പറഞ്ഞതെല്ലാം വളരെ നന്നായിരുന്നു. പിന്നെ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ബാബുരാജിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വശത്ത് വെച്ച് രണ്ട് രാധാ. സാധാരണ എല്ലാവരും ആ ഡയലോഗാണ് പറയുന്നത്. ഇത് മായാമോഹനിലെ ഡയലോഗ് ഭംഗിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, വിനു ഹാപ്പി അല്ലേ? ഹാപ്പി, ഹാപ്പി. അപ്പോൾ കാഞ്ഞിരപ്പള്ളി എല്ലാവരോടും നമ്മുടെ അന്വേഷണം പറയൂ. തീർച്ചയായിട്ടും പറയും. ശരി, ഓക്കെ. അപ്പോൾ നന്ദി, വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. പന്നേക്കുമ്പോൾ തീർന്നു, അതുകൊണ്ട് ഞാൻ കൈ നിട്ടതാ. ചേട്ടാ, ഞങ്ങൾ ഇന്നലെ ഓട് മാറ്റിയിട്ട് ചോർച്ച മാറി. ഹലോ ഹലോ ഹലോ, ഇങ്ങനെ ഇവിടെ വന്നേ കസരത്ത് കാണിക്കാൻ നിങ്ങളെ പഞ്ചായത്ത് ഗ്രൗണ്ട് ഒന്നല്ല ഇത്, ഞങ്ങളുടെ ഫ്ലോറാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഒന്നും അഭ്യാസങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അയ്യോ, എക്സർസൈസ് ചെയ്തതല്ല. പിന്നെന്താണ്? ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ, ഞാൻ ഇച്ചിരി സ്പ്രേ അടിച്ചതാ ശരീരത്തിൽ. അത് ശരി. നിങ്ങൾ ആരാണ്? മനസ്സിലായില്ല. ആരാന്ന് മനസ്സിലായില്ല എന്നോ? എന്നെ മനസ്സിലായില്ല എന്നവർക്ക് എന്നെ മനസ്സിലായില്ല എന്ന്. അതെ, ഒരു കൂട്ടം ആളുകൾ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനും സാഹസികനുമായ ഒരു കരാട്ടെ മാഷാണ് ഞാൻ. ഓ, ഏത് കൂട്ടം? ഏത് കൂട്ടം? നിങ്ങൾ നിക്രമുള്ളി. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞേ. പിന്നെ നിങ്ങൾ ഈ നിക്രമുള്ളി എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഒരു കൂട്ടം ആളുകൾ അറിയപ്പെടുന്ന അതിസാഹസികനായ ഒരു കരാട്ടക്കാരനാണ് ഞാൻ. ആണല്ലേ? പക്ഷെ കരാട്ടക്കാരനാണെങ്കിലും നിഷ്കളങ്കനാണെന്ന് തോന്നുന്നു. ജുബ്ബ ഇട്ടോണ്ട് വന്നല്ലോ. അത് മറ്റേ ഇതിന്റെ മേളിലിടുന്ന സാധനം അമ്മ പള്ളിയിൽ പോയപ്പോഴേ മറ്റേ ചട്ടയാന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. ഞാൻ വെച്ച് കരാട്ട കഴിഞ്ഞാൽ നേരെ കഥാപ്രസവത്തിന് പോകുന്നു. ഇല്ല, സത്യത്തിൽ ഞാൻ ഇവിടെ. അല്ലല്ല, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ജംബർ ബാബു. ജംബർ ബാബു. ജംബർ ബാബു എന്ത് സാഹസികതയാണ് കൂടുതലും കാണിക്കാറുള്ളത്? ഞാൻ സാഹസികാന്ന് പറഞ്ഞ് ഞാൻ ഈ 10 നില കെട്ടിടത്തിന്റെ മേളിലേക്കേ കയറെ തൂങ്ങി വിളിച്ചില്ലേലും വലിഞ്ഞു കയറി ചെല്ലും.
ഏയ് എന്റെ ചുമ്മാ ഇരി. ഇതൊക്കെ ലോകം നുണയാണ്. ഇത് അയ്യോ, ആര്- അതെ. ആ, പിന്നെ അല്ല അത് നുണയെന്ന് പറയാൻ കാര്യമുണ്ട്. ആ. ഇതിപ്പോ നിങ്ങൾ വലിഞ്ഞു കയറി ചെല്ലണമെങ്കിൽ കയറിൽ കയറി പോകണ്ടേ? അപ്പൊ ആദ്യം കയറ് അവിടെ കെട്ടാൻ പോകണ്ടേ? അപ്പൊ അതെങ്ങനെ? അതിന് വേറൊരു സംഭവം ഉണ്ട്. അതെന്താ? എന്റെ കയ്യിൽ ഒരു ഉറുമ്പുണ്ട്. ഉറുമ്പോ? ഉറുമ്പല്ല, ആ. ഉടുമ്പ്. ഉടുമ്പ്. ആ. ഈ ഉടുമ്പ് പിടിച്ചാ വിടൂല്ലോ. ഉടുമ്പിന്റെ അരയിൽ വള്ളി കെട്ടിയച്ച് ഈ ഉടുമ്പിനെ ഇങ്ങനെ മേളിലേക്ക് എറിയും. 14 കട്ടത്തിന്റെ മേളിലേക്ക് എറിയും. അപ്പൊ ഈ ഉടുമ്പ് മേളിലേക്ക് എന്ന് വെച്ചാൽ ജയൻ പിടിച്ച് ഇങ്ങനെ നിക്കണാര് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാണിക്കും. ജയൻ അങ്ങനെ കാണിക്കും. എന്നിട്ട് ഈ ഉടുമ്പിന്റെ അര കിടക്കണ വള്ളിയിൽ ഇങ്ങനെ കപ്പയാരും മണിയടിക്കാരും ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കും. മുറുകിന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പതുക്കെ കേറിയൊക്കെ പോകും. അത് ശരി. അപ്പൊ ഇനിയിപ്പോ വേറൊരു 10 നില കെട്ടിടത്തിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യും? അന്നേരം പോവും. എങ്ങനെ പോവും? ഈ ഉടുമ്പിനെ കൊണ്ടു ആ ഉടുമ്പ് അവിടെ പറ്റി പിടിച്ചാൽ പിന്നെ എങ്ങനെ നടക്കും ഉടുമ്പ് പറ്റി പിടിച്ചാൽ പിന്നെ വിടത്തനല്ലോ. പിന്നെ എങ്ങനെയാണ്? അതിന് ട്രിക്കുണ്ട്. ഈ 14 കട്ടത്തിന്റെ മേളിൽ ചെന്നതിന് ശേഷം ഈ ഉടുമ്പിന്റെ നാഭിച്ചുഴി നോക്കി ഒരു ചുടുചുംബനം അല്ലെങ്കിൽ ഒരു കിക്കിളി. അപ്പൊ ഈ മനുഷ്യനൊരു നാണോ ഇല്ലാന്ന് പറഞ്ഞ ഉടുമ്പ് ഇങ്ങനെ അയ്യേ ഇങ്ങനെ മുഖം തപ്പുമ്പോ നമ്മൾ ബിഗ് ഷോപ്പർ തുറന്നാൽ മതി, ഈ ഉടുമ്പ് അങ്ങോട്ട് വീണു. ഇപ്പൊ ഇവിടെ എന്താ വന്നത്? എന്താണ് ഇവിടെ വന്നതിന്റെ വെച്ചാല് ഞാനൊരു പേരുകെട്ട കരാട്ട മാഷാണല്ലോ. അപ്പൊ നിങ്ങൾ ഈ ചാനലിലൂടെ എന്റെ കരാട്ട ക്ലാസ്സിനെ കുറിച്ച് ഒരു ക്ലാസ് കൊടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി ചില്ലറ കൂടുതൽ കിട്ടിയാണ്. അയ്യേ അങ്ങനൊന്നും നമ്മളൊക്കെ ഇവിടെ മാത്രമല്ല ഇപ്പൊ നമ്മളിതിപ്പം ഇങ്ങനെ ഒരു പരസ്യം കൊടുത്താൽ നമുക്ക് എന്താണ് പ്രയോജനം? അല്ല നിങ്ങൾക്ക് പ്രയോജനമില്ല. നിങ്ങൾക്കൊരു സംഭവം നിങ്ങൾ ആരെങ്കിലും ഞാൻ കരാട്ട പഠിപ്പിക്കാം. ഞങ്ങളെ ചുമ്മാ കേട്ടോ. അത് കൊള്ളാം. ഞാൻ കുറെ നാളായി വിചാരിച്ചിരിക്കാം കരാട്ടെ പഠിക്കാം. അല്ലല്ല പെണ്ണുങ്ങൾക്ക് ധൈര്യമില്ല. പെണ്ണുങ്ങൾക്ക് കരാട്ട പഠിക്കാൻ കൊള്ളാം. പെണ്ണുക്ക് ധൈര്യം ഉണ്ട്. അല്ലല്ല പെണ്ണുങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുച്ചിപ്പിടി, മോഹിനിയാട്ടം, ഭരതനാട്യം ഇതൊക്കെ പെണ്ണുങ്ങളോട് പറഞ്ഞേക്കണേ. ഒരു തെറ്റായ ധാരണയാണ്. പെണ്ണുക്ക് നല്ല ധൈര്യമുണ്ട്. ധൈര്യമില്ലേ പെണ്ണുക്ക്? അതാണ്. പെണ്ണുങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ട്. അത്രക്ക് ധൈര്യമാണോ? ഉണ്ട്. എന്നാ നിങ്ങളൊന്ന് തെളിയിച്ചേ ധൈര്യമാണെന്ന്. അയ്യോ ഇത് മൊത്തം പെണ്ണുങ്ങളായി പോയല്ലോ. ധൈര്യം ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കണ്ടേ? ഓക്കെ. നിങ്ങള് കല്യാണം കഴിച്ചാണല്ലോ അല്ലേ? തോന്നണല്ലേ? ഒരു പെണ്ണും കെട്ടും തോന്നണം. ഓക്കെ. അപ്പൊ കല്യാണം കഴിക്കാൻ ചെന്നപ്പോ പെണ്ണ് കാണാൻ എത്ര പേര്? പെണ്ണ് കാണാൻ ചെന്നപ്പോ ഞാനും എന്റെ കൂട്ടുകാർ 4 പേരും കൂടി 5 പേര് പോയി. നിങ്ങൾ 5 പേര് കൂടിയിട്ടോ? 5 പേര് ഞങ്ങൾ പോയി. ഓക്കെ. നിശ്ചയത്തിന് എത്ര പേരുണ്ടായിരുന്നു? നിശ്ചയത്തിന് ഞങ്ങൾ 50 പേര് പോയി. നിങ്ങൾ 50 പേര് അവിടെ ചെന്ന് കല്യാണം ഉറപ്പിച്ചു. കല്യാണത്തിന് എത്ര പേരുണ്ടായിരുന്നു? 150 പേര് പോയി. ഓ വലിയ കല്യാണമായിരുന്നു. ഓക്കെ. അപ്പൊ 150 പേര് ചെന്ന് ആണ് കല്യാണം കഴിച്ച് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വന്നത്. ചേച്ചി എത്ര പേരുമായിട്ടാ വന്നത് വീട്ടിലേക്ക്? ഒരാളായിട്ട്. ഒറ്റയ്ക്ക് ഒരാള്. നിങ്ങൾ 150 പേരെയും കൂട്ടിയിട്ടാ പോയത്. പെണ്ണൊരുത്തി ഒറ്റയ്ക്ക് വന്നില്ലേ? അതാണ് ഞങ്ങളുടെ ധൈര്യം. മനസ്സിലായാ? നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടായില്ലേ? വന്നു പറഞ്ഞപ്പോഴത്തേക്ക് അതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ ഈ പട്ടാളക്കാരൊക്കെ ഉണ്ടല്ലോ, രാജ്യസ്നേഹമുള്ളവരാ. രാജ്യത്തെ രക്ഷിക്കാൻ കൂട്ടത്തോടെ പോണേ. പക്ഷെ ഒരു ചാവേർ ആ ഭാഗം നശിപ്പിക്കാൻ വന്ന ഒറ്റയ്ക്കാ. അത് മനസ്സിലായോ? അല്ല നിങ്ങൾ എന്റെ സൈഡാണോ ഇയാളുടെ സൈഡാണോ? അല്ല ഇക്കാര്യം പറയുമ്പോ നമ്മൾ സൈഡിലൂടെ പോയിന്റ് വരും. സത്യം പറയുമ്പോ പിന്നെ സൈഡിൽ നിൽക്കണം. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പെണ്ണുങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. നിങ്ങൾക്ക് എന്നെ കരാട്ടെ പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. ആണോ? അതൊക്കെ അത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ ഈ ഓടൊന്ന് തലക്കടിച്ച് പൊട്ടിക്കേ. ഈ ഓട് തലക്കടിച്ച് പൊട്ടിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അയ്യോ കാലമാടത്തി എന്റെ തലയിൽ അടിച്ചു പൊട്ടിക്കാനാണോ ഞാൻ പറഞ്ഞേ? അല്ല നിങ്ങള് പിന്നെ നിങ്ങളുടെ തലയിൽ അടിച്ചു പൊട്ടിക്കാനല്ലേ ഞാൻ പറഞ്ഞേ? തലക്കടിച്ച് പൊട്ടിക്കാനാ നിങ്ങളിപ്പോ നമ്മള് കേട്ടോണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞ ഈ ഓടിച്ച് തലക്കടിച്ച് പൊട്ടിക്കാനാ പറഞ്ഞത്. ആരുടെ നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങളുടെ പറഞ്ഞേക്കും മറ്റേ തലച്ചോറ് തെറിപ്പിച്ചില്ലേ ഇവര്? അത്ര ധൈര്യമാണോ? അത്ര ധൈര്യമാണോ? അത് പഠിപ്പീര് ആണോ? നല്ലൊരു ശിക്ഷ കിട്ടിയില്ല നിങ്ങൾക്ക്. ചേട്ടാ ഈ കരാട്ടെ പഠിക്കുമ്പോ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. മഹർഷിയുടെ കൂട്ടായി പോയി. അതായത് എല്ലാ ആക്രമണങ്ങളും നമുക്ക് തടയാൻ പറ്റുമോ കരാട്ടെ പഠിച്ചാല്? എല്ലാ ആക്രമണം പഠിച്ചു കഴിഞ്ഞ എല്ലാ ആക്രമണങ്ങളും നമുക്ക് തടയാൻ പറ്റും. പിന്നെ 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 എണ്ണം മാത്രം. ഒന്ന് കൊന്നപ്പത്തലിനുള്ള അടിയും ചുടുകട്ടയ്ക്കുള്ള ഏറും. ഇത് മാത്രമേ നമുക്ക് ചിലപ്പോൾ തടുക്കാൻ പറ്റില്ല. കാരണം അവലെന്ന് വെച്ചാൽ ഒറ്റ ഏറ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകില്ലേ, അത് നമുക്ക് തടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ നന്നായിട്ട് എല്ലാരും പഞ്ച് ചെയ്ത് ഇടിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈക്ക് നല്ല ആരോഗ്യം വേണമായിരിക്കും. പിന്നെ കൈക്ക് നല്ല ആരോഗ്യം വേണം. കൈക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാൻ നല്ല മണലുണ്ടല്ലോ, നല്ല ചൂടൻ മണല്, അതിങ്ങനെ ചാക്കിനകത്ത് കെട്ടി തൂക്കിട്ട് ഭയങ്കര ഇടി ഇടിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാവും കൈക്ക്. എല്ലാ ദിവസവും ചെയ്യണോ? എല്ലാ ദിവസവും. ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ചെയ്യും. എല്ലാ ദിവസവും ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ എന്ന് ഈ ചൂടുള്ള മണൽ എവിടെ നിന്ന് കിട്ടും? ചൂടുള്ള മണലോ? എനിക്ക് കടല വറക്കണ പരിപാടിയല്ലേ. കടല വറക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ആ സഞ്ചി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടിക്കും. ആ കൈ ഒന്ന് പിടിച്ചു നോക്ക്. ഈ കയ്യോ? പഴം പോലെ ഇരിക്കുന്നു. പഴം പോലെയാണോ? ഇന്നലെ ഞാൻ ഇടിച്ചില്ല. അതാ. ഒരു ദിവസം ഇടിച്ചില്ലെങ്കിൽ പഴമാവൂ. ദിവസം ഇടിച്ചില്ലേ പഴമായി. ചേട്ടാ ഒരു കാര്യം ചെയ്യണേ. നമ്മൾ ഈ
ശത്രുക്കളെ കണ്ടാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റാം? എന്റെ കൊച്ചെ കരാട്ട പഠിക്കണോ? ആ. പഠിക്കണമെങ്കിൽ ഇങ്ങനെ വളവളാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. തപാലിനകത്ത് നീന്തൽ പഠിച്ചാലിരിക്കും. അതിന് കരാട്ടയ്ക്ക് പ്രാക്ടീസ് വേണം. യെസ്, പ്രാക്ടീസ് ചെയ്യാം നമുക്ക്. ഇപ്പൊ കൊച്ചിനിപ്പോ എന്താ അറിയേണ്ടത്? എനിക്ക് എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നടക്കുന്ന സംഭവം എന്ന് കാണണം. അത് തല്ലണത് എങ്ങനെ തടയണം എന്നല്ലേ? ഒരാൾ നമ്മളെ തല്ലി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ തടയും? അത് ഞാൻ കാണിച്ചു തരാം. തടയാനുള്ള മുറകളൊക്കെ കാണിച്ചു തരാം. തടയാൻ എല്ലാ സാധനവും ഞാൻ കാണിച്ചു തരാം. അതെ കാണിച്ചു തരാം. അടിക്കാം. ഞാൻ അടിക്കാനോ? അല്ലല്ല, നമുക്ക് വേറെ ആളെ ഇറക്കാമല്ലോ അടിക്കാൻ. ആരെ? നോബി ചേട്ടാ, ഒരു സഹായം. പുള്ളി വേണ്ട, പുള്ളി വേണ്ട. അല്ല, പുള്ളി അടിപൊളിയാ. ഇല്ല എനിക്ക് അത്ര അടിപൊളി ഇഷ്ടമല്ല. പുള്ളി മതി. അല്ലല്ല ഇത്രയും വലിയ മാസ്റ്റർ അല്ലേ, നിങ്ങൾക്ക് അത്രയെങ്കിലും ഒരാള് വേണം. ഭയങ്കര അഭ്യാസം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 10 കൊല്ലം ഞാൻ കലി കയറിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൊ എന്നെ ചെയ്യാന്ന് അല്ല നിങ്ങൾ വേറെ ചെറിയ മനുഷ്യനാണല്ലോ. പേടിക്കണ്ട, കുഴപ്പമില്ല, പേടിക്കണ്ട. എനിക്ക് കരാട്ട അറിയില്ല. ഇല്ലേ? ഇല്ലില്ല, ഒന്നും പറഞ്ഞൂടാ. എന്നാ അയ്യോ തടയണേ. ഇതെന്നെ ചുരുട്ടാണോ അത്? ഇത് വെച്ച് തല്ലാൻ പോകണോ? ഇല്ല, കാറ്റാടി. അപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങൾ എങ്ങനെ തല്ലിയാലും ഞാൻ തടുക്കുന്നു. അല്ല അങ്ങനെയല്ല, അല്ല ഞാൻ സ്റ്റെപ്പ് എടുക്കട്ടെ, സ്റ്റെപ്പ് എടുക്കട്ടെ. അല്ല അല്ല അയ്യോ അല്ല പെങ്ങളെ അടിക്കരുത്. നിങ്ങൾ എന്തോ കരാട്ടെ മാഷ ഇവിടെ മുഴുവൻ നിന്ന് കൊള്ളുമായിരുന്നല്ലോ തടുക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട്. നാണോടാ നിങ്ങക്ക്? ഇപ്പഴാ എനിക്കൊരു കാര്യം മനസ്സിലായേ. എന്താ? ചുടുകട്ടക്കുള്ള ഏറും കൊന്നപ്പത്തലിനുള്ള അടി മാത്രല്ല, തലയ്ക്ക് വെളിവില്ലാത്തവൻ തല്ലിയാലും തടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പാഠം പഠിച്ചില്ലല്ലേ? ഹലോ, അങ്ങനെ ഒരു പാഠം പഠിച്ചല്ലോ. അപ്പൊ വെറുതെ ഇരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണം. അപ്പൊ നമ്മൾ ഓരോരോ പാഠങ്ങൾ പഠിപ്പിച്ച് വിടാം കേട്ടോ, ഇതുപോലെ. ഇനി വേണോ? വേണ്ട. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ.